മണലൂരിൽ സി രവീന്ദ്രനാഥ് വിജയിച്ചിരിക്കുന്നു. മണലൂരിൽ സി രവീന്ദ്രനാഥ് LDF-ന് വിജയം. 1613 വോട്ടുകൾക്കാണ് രവീന്ദ്രനാഥിന്റെ വിജയം. അപ്പോൾ TN പ്രതാപൻ മണലൂരിൽ പരാജയപ്പെട്ടിരിക്കുന്നു. സി രവീന്ദ്രനാഥിന്റെ വിജയം. CPM-ന് ആശ്വാസമായ ചില വിജയങ്ങളാണ്. മണലൂരിൽ സി രവീന്ദ്രനാഥിന്റെ വിജയം 1613 വോട്ടുകൾക്ക്. യെസ്, വലിയ പോരാട്ടം തന്നെയാണ് TN പ്രതാപൻ നടത്തിയത്. പല ഘട്ടങ്ങളിലും LDF-നെ തോൽപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് വരാനും സാധിച്ചിരുന്നു. പക്ഷേ അവിടെ പരാജയപ്പെടുകയാണ്. ഇപ്പോൾ ഫോട്ടോ ഫിനിഷിന് ശേഷം TN പ്രതാപൻ പരാജയപ്പെടുന്നുവെന്ന സാഹചര്യമാണ്. നേരത്തെ കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു ഫോട്ടോ ബിനീഷ് കോടിയേരി പങ്കുവെച്ചു എന്ന വാർത്ത പറഞ്ഞുവല്ലോ. പുഷ്പന്റെ അടുത്ത് പോയി കോടിയേരി ബാലകൃഷ്ണൻ AN ഷംസീറിനെയും നമുക്ക് ചിത്രത്തിൽ കാണാൻ കഴിയും. അടുത്തു പോയി സംസാരിക്കുന്ന, കൈപിടിച്ച് സംസാരിക്കുന്ന ചിത്രം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ബിനീഷ് കോടിയേരി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഒരേ ഒരു കോടിയേരി എന്ന 104 സീറ്റുകൾ സംസ്ഥാനത്ത് UDF-ന് അനുകൂലമായി വിധി എഴുതുകയാണ് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. വിജയപ്രഖ്യാപനത്തിന് ശേഷം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകമുണ്ട്. മാധ്യമങ്ങളെ കാണും. MV ഗോവിന്ദൻ മാസ്റ്ററും അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയുന്നത്. പരാജയം സംബന്ധിച്ചുകൊണ്ട് LDF കൺവീനറുടെ പ്രതികരണം ഇതിനകം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണമാണ് വേണ്ടത്. 90 സീറ്റ്, അത് കഴിഞ്ഞ് 80 സീറ്റ്, ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയ പാർട്ടി സെക്രട്ടറി പ്രതികരിക്കുമ്പോൾ ഒരു പരാജയം കൂടി വിശദീകരിക്കേണ്ടി വരും. തളിപ്പറമ്പിലെ പരാജയം വിശദീകരിക്കേണ്ടി വരും എന്നുള്ളതാണ്. പയ്യന്നൂരിലെ പരാജയം. നേരത്തെ ഒരു വീട്ടിലെ 2 വിജയത്തെ കുറിച്ച് പറഞ്ഞില്ലേ? കാര്യത്തിൽ ഒരു വീട്ടിലെ 2 പരാജയത്തിന്റെ കാര്യം കൂടി പറയൂ. അത് പൂഞ്ഞാറിലെ ഒരു വീടാണ്. അവിടെ ഷോൺ ജോർജ് പരാജയപ്പെട്ടിരിക്കുന്നു. പിതാവും പുത്രനും പരാജയത്തിൽ വിലയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. പറയാതെ പോകാൻ കഴിയില്ല. ചില കടങ്ങളൊക്കെ വീട്ടിൽ തന്നെ പോകേണ്ടതാണ്. PC ജോർജിന്റെ രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങൾ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു, എന്തായിരുന്നു ആ രാഷ്ട്രീയ മാറ്റങ്ങളുടെ ആയുധം എന്നൊക്കെ കേരളം തിരിച്ചറിയാതെ പോകുമെന്ന് PC ജോർജ് വിചാരിച്ചുവെങ്കിൽ അതിങ്ങനെ തന്നെ തെളിയിക്കപ്പെടേണ്ടതാണ്. ഇടുക്കിയിൽ കോൺഗ്രസ് കിടുക്കിയിരിക്കുന്നു. 5-ൽ 5 നേടിക്കൊണ്ടാണ് ഇടുക്കിയിലെ കോൺഗ്രസിന്റെ വിജയം എന്നുള്ളതാണ്. റോയ് കെ പലോസിന്റെ വിജയം 23,822 വോട്ടിനാണ്. പീരുമേട് ശ്രീക് തോമസിന്റെ വിജയം 27,634 വോട്ടിനാണ്. ഉടുമ്പൻചോലയിൽ സേനാപതി വേണുവിന്റെ വിജയം 20,021 വോട്ടിനാണ്. തൊടുപുഴയിൽ അബൂജോന്റെ വിജയമാകട്ടെ 42,883 വോട്ടിനാണ്. ദേവികുളത്ത് F രാജുവിന്റെ വിജയം 5,233. ദേവികുളത്ത് മാത്രമാണ് ഒരു ശക്തമായ മത്സരത്തിനൊടുവിൽ ദേവികുളത്ത് F രാജുവിന്റെ വിജയം 5,233 ഉണ്ടായിട്ടുള്ളതെന്നുള്ളതാണ്. അപ്പോൾ ഇടുക്കി അങ്ങ് പൂർണ്ണമായും കിടുക്കിയിരിക്കുന്നു UDF എന്നുള്ളതാണ്.